ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. നല്ല മഴയാണല്ലേ. എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. കുഞ്ഞു മക്കളെയൊന്നും പുറത്തേക്ക് വല്ലാതെ പാടത്തേക്കും കുളത്തിലേക്കൊന്നും പറഞ്ഞയക്കാതെ നന്നായി ശ്രദ്ധിക്കുക. നമ്മുടെ കെയറിങ് നന്നായിട്ട് വേണം നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ഉണ്ട്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊന്ന് നോക്കുമ്പോൾ കിളികളും അതുപോലെ നമ്മളെ കാട്ടുകോഴിയും എല്ലാം വന്നിട്ടുണ്ട്. ഇന്ന് അടിപൊളിയൊരു സാമ്പാറാണ് കേട്ടോ. വെണ്ടക്ക മാത്രം വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് ഉലുവയും കടുകും ചെറിയ ജീരകവും കുറച്ച് വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റോട് കൂട്ടിയുള്ള സാമ്പാറാണ്. അതിൽ തന്നെ നമ്മളെ വെണ്ടക്ക നടു പൊളിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം മഴക്കാലമാണല്ലോ. വെണ്ടക്കയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകും. നടു പൊളിച്ചതിന് ശേഷം കട്ട് ചെയ്തിരിക്കുകയാണ്. അത് എണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്ഷണം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കീരിയും അതുപോലെ പലതരം പക്ഷികളും വന്നിട്ടുണ്ട്. അരിപ്രാവ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മസാല മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളകും പിന്നെ നമ്മൾ വെണ്ടക്ക വഴറ്റിയത് കോരി പാത്രത്തിൽ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് മൺചട്ടി എടുത്തിട്ട് നമ്മൾ പൊടികളൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ തക്കാളി പെട്ടെന്നാവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. കുറച്ച് പുളിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെണ്ടക്ക വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. അതിന് ശേഷം നമ്മളെ കറിയിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിയും പുളിയും ഒക്കെ. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. മൈനയും അരിപ്രാവും അണ്ണാരക്കണ്ണനും എല്ലാം കൂടെ നല്ല ഫൈറ്റ് കാണാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ഒത്തൊരുമിച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വഴറ്റിയത്. അങ്ങനെ നമ്മളെ സുന്ദരി അരിപ്രാവും വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ മൈനയും അണ്ണാരക്കണ്ണനും 3 ഐറ്റംസ് ആണ് കേട്ടോ ഇങ്ങനെ ഒത്തുകൂടുന്നത്. കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ. അരിപ്രാവും മൈനയും അണ്ണാരക്കണ്ണനും. അപ്പോൾ കുറച്ച് ചോറ് അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ പാത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട് അവർ. അങ്ങനെ ഭക്ഷണമൊക്കെ ചെതറി കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫൈറ്റ് കിടന്നിരിക്കുന്നു. ഒരു പൂച്ചക്കുഞ്ഞും വന്നിരുന്നു. അപ്പോൾ കാട്ടുകോഴി ആദ്യം തന്നെ ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടാവും ഇവർക്ക് കേട്ടോ. രാത്രിയൊക്കെ കൂടുതലൊന്നും ഭക്ഷണം കഴിക്കാതൊക്കെ ഉറങ്ങുകയാണെങ്കിൽ രാവിലെ ഓടിയെത്തും നമ്മളെ വീടിൻ്റെ ബാക്കിൽ. അപ്പോൾ എല്ലാവരും വീടിൻ്റെ ബാക്കിലും ശ്രദ്ധിച്ച് നോക്കി ഇതുപോലെ കാണാം കേട്ടോ. നമ്മളെ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി വെന്തതിന് ശേഷം നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് ചെറുതായി തിളച്ച് കൊടുത്താൽ മതി. കൂടുതലൊന്നും തിളപ്പിക്കല്ലേ. മഴക്കാലമാണല്ലോ. അപ്പോൾ നമ്മൾ കോഴിമുട്ടയൊക്കെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ നന്നായി ഇട്ട് കൊടുത്തിട്ട് കഴിക്കുക. ചുമയും പനിയൊക്കെ പമ്പ കിടക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. വിശപ്പൊക്കെ മാറിയ സന്തോഷത്തിൽ നമ്മളെ
അരിപ്രാവ് ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ. പക്ഷികളാണെങ്കിലും ഈ കാഴ്ചയൊക്കെ നമുക്കിനി അടുത്ത ദിവസം കാണാൻ പറ്റുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ കഴിയുന്ന പരമാവധി നമ്മൾ പ്രകൃതിയിലെ ഭംഗിയും ഇതുപോലെ എല്ലാതും കണ്ട് ആസ്വദിക്കുക. കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മളെ മണ്ണാത്തിപ്പിള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറേ പക്ഷികളെ, കീരി, പൂച്ച ഇവരൊക്കെ കാണാൻ പറ്റി. അപ്പോൾ കീരി വന്ന് ഭക്ഷണം കഴിക്കണം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നെ കണ്ടപ്പോഴേക്കും ഓടി അകന്നു. അങ്ങനെ കുറച്ച് സലാഡ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് നത്തൽ മീനാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന മീനാണിത്. അതൊന്ന് വറുത്തെടുക്കുകയാണ്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് പോയപ്പോൾ നമ്മളെ മുറ്റത്ത് നന്നായി ഉറവ് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കുഞ്ഞു കുഞ്ഞു മീനുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൗതുകത്തിന് അവരൊക്കെ ഒന്ന് പിടിക്കുകയാണ്. കുറച്ച് സമയം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചിട്ടാണ് കേട്ടോ മീൻ എന്നെ കാണുമ്പോൾ ഓടുകയാണ്. ചെറിയ മീൻകുട്ടികളാണെങ്കിൽ പോലും അവരുടെ രക്ഷ അവർ നോക്കുമല്ലോ. അപ്പോൾ എനിക്കും തന്നെ ഒരു കൗതുകം തോന്നി. അവരെ മെല്ലെ പിടിക്കാൻ നോക്കുകയാണ്. നമ്മളെ മുറ്റത്ത് കൂടി മീൻകുട്ടികൾ പോവുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഒരു ചെറിയ മീൻകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ ആ പാത്രത്തിലിട്ടപ്പോൾ എനിക്ക് തോന്നി ഈ ലോകത്ത് ഒരു ചെറിയൊരു പാത്രത്തിൽ ഇങ്ങനെ കഴിയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വേഗം വെള്ളത്തിലേക്ക് തന്നെ വിട്ടു കൊടുത്തു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.